ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു റിവ്യൂ വീഡിയോ ആണ്. പക്ഷെ ഒരു സാധാരണ റിവ്യൂ വീഡിയോ അല്ല. രണ്ട് ഫുഡ് വെയർസ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള രണ്ട് ഫുഡ് വെയർസ്, രണ്ട് ചെരുപ്പുകളാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ചെരുപ്പുകളോടൊപ്പം തന്നെ സിമിലർ ലൈക്ക് പ്രൊഡക്ട്സ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഈദ് സ്പെഷ്യലായിട്ട് ഫ്ലിപ്കാർട്ടിൽ കാണിച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഓഫ് ചെരുപ്പുകൾ, ഫുഡ് വെയർസ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല അടിപൊളി കളറ്, പിങ്ക്, ലാവൻഡർ, വൈറ്റ്, ബ്ലാക്ക്, ബേജ്, കുറേ കളേഴ്സ്. എനിക്കിപ്പോൾ ഇത്രയും കളേഴ്സൊക്കെ കണ്ടതായിട്ട് ഓർക്കുന്നുള്ളൂ. കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ചെരുപ്പിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അതും 500 ആൻഡ് ബിലോ 500. ഒരെണ്ണം 200 പോലും ഉണ്ടായിരുന്നില്ല ഞാൻ മേടിച്ച സമയത്ത്. ഇപ്പം അതിന് ഒരു 250 സംതിങ് ഉണ്ട്. ഞാൻ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടുന്ന് ചിലപ്പോൾ ലിങ്കായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ പോയി ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്നാലേ നിങ്ങൾക്ക് ലിങ്കും കിട്ടത്തുള്ളൂ, ബാക്കി പ്രൊഡക്ട്സ് ഏതാണെന്ന് അറിയാനും പറ്റത്തുള്ളൂ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പം ഞാൻ ഈ ചെരുപ്പുകൾ എപ്പോഴാണ് പർച്ചേസ് ചെയ്തതെന്നും കൂടിയുള്ളത് ഡേറ്റ് കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കാരണം അതിൻ്റെ ഡ്യൂറബിലിറ്റി അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു ദിവസം മാത്രം അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ അല്ല ഇത്. ഇത്ര നാൾ ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. ഒരിക്കലും വാങ്ങിച്ച ഉടനെയല്ല ഞാൻ റിവ്യൂ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. നമ്മുടെ യൂസ് നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ചിരിക്കും. അല്ലാതെ ഇത് റേറ്റ് അനുസരിച്ചുള്ള ചെരുപ്പായിരിക്കും. ഒരുപാട് കാലം നിലനിൽക്കാൻ ഇത് ഇരുമ്പ് കൊണ്ടൊന്നും അല്ലല്ലോ ഉണ്ടാക്കിയത്. ആ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇടുന്ന, വേണമെങ്കിൽ രാജ്ഞിമാർക്ക് ഇടാം, അങ്ങനെ നമുക്ക് ഇടാം അല്ലേ? ഈ ബേജ് കളറിൽ എന്തിട്ടാലും നമ്മുടെ കാലിന് ഒന്നുകൂടി കളർ തോന്നും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇതിടുവാണെങ്കിൽ ഇതിടുമ്പോൾ നമ്മളുടെ കാലിന് ഒന്നുകൂടി കളർ കാണും. അപ്പം അതിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ബേജ് കളർ. എങ്ങനെ, അടിപൊളിയല്ലേ? ഇതിന് ഇത്രയും ഹീല വിളന്നിരുന്നുള്ളൂ. ഇതേ. അപ്പോൾ ഒരുപാട് ഹീല് വേണ്ടാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഈ ഷൂ ഒക്കെ ഇടുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് കവറിങ് വരുമ്പോൾ ഉപ്പൂറ്റിക്കൊക്കെ പ്രശ്നമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഇത് ഷൂ ആണ് അല്ലേ? പുറകിൽ പ്രശ്നങ്ങളില്ലേണ്ടാണ്. അപ്പം നമുക്ക് ഹസൽ ഫ്രീ ആയിട്ട് ഇത് ഇടുകയും ചെയ്യാം, അടിച്ച് പൊളിക്കുകയും ചെയ്യാം. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് 189 റുപ്പീസ് ആയിരുന്നു. ഓൺലി 189 റുപ്പീസ്. ഷോപ്പിൽ പോയാൽ, ഇവിടുന്ന് ഷോപ്പിൽ പോയാൽ ഈ വിലയ്ക്ക് ഇത് കിട്ടില്ല. വേറെ എവിടെയെങ്കിലും കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ ആണെന്നുള്ളത്. ഓക്കെ, പ്ലീസ് വാ. ഫസ്റ്റ് വൺ ഞാനിപ്പോൾ കാണിച്ചതാണ്. കണ്ടല്ലോ, സെയിം ആ പിക്ചറിലുള്ള പോലെ തന്നെയില്ലേ? ഇതേ പിന്നെ ഒരു വൈറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ലാവൻഡർ കളർ. പിന്നെ ബ്ലാക്ക് ആണ് ഉണ്ടായിരുന്നത്, സോറി ബ്ലൂ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇത് ബ്ലാക്ക്. പിന്നെ ഇത് ഈ കളർ ഉണ്ടായിരുന്നു, ഒരു സിൽവർ മാതിരി ഇരിക്കുന്ന ഒരു കളറ്. ഇതും എനിക്ക് വലിയ കുഴപ്പമില്ല. പേസ്റ്റൽ കളേഴ്സിൽ പെടുന്ന കളേഴ്സാണ് ഇതൊക്കെ. ഇത് ഈ ഒരു പിസ്ത കളറും. പിന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. കാണാനും നല്ല ഭംഗി. മോഡൽസ് ഇട്ട് കാലിൽ കാണിച്ചിട്ടില്ലേ? ഞാൻ കാണിച്ചു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താണ് ഈ ഒരു കൈൻഡ് ഓഫ് ചെരുപ്പ് എനിക്കിഷ്ടം. കാരണം എനിക്ക് ഫുൾ കവറിങ് ഉള്ള ഷൂ ഇടുമ്പോൾ ഉപ്പൂറ്റിക്ക് എപ്പോഴും പ്രശ്നം വരും. എപ്പോഴും അവിടെ ഇങ്ങനെ എന്താണ് മുറിഞ്ഞൊക്കെ വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ചെരുപ്പ് ഏതാണെന്ന് കാണാം. അടുത്ത ഫുട്ട് വെയർ ഏതാണെന്ന് കാണാം. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് കാല് ഒരുപാട് കവർ ചെയ്ത് വെക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ചെരുപ്പ് വേണമെന്നുള്ളൂ. അത് ചെറിയ 2 വള്ളിയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ചെരുപ്പാണിത്.
സോറി, ഇങ്ങനെയാണല്ലോ അല്ലേ. ദേ ഇത് ഇത് 500 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇതിൻ്റെയും റേറ്റും ഞാൻ വാങ്ങിച്ച ഡേറ്റ് എപ്പോഴാണ്, ഇപ്പം ഇതെങ്ങനെ ഇരിക്കുന്നതെന്നുള്ളതും. ഇതിൻ്റെ കണ്ടീഷൻ ദേ ഇപ്പം ഇങ്ങനെയാണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഭയങ്കര ഇപ്പോഴും അതെ എൻ്റെ ഫേവറേറ്റ് ഫുട്വെയറാണിത്. കാരണം നമ്മുടെ കാലിന് ഒരു മാർക്സും ഇത് തരില്ല. നമ്മളിത് കാലിൽ ഇട്ടത് കൊണ്ട് നമ്മുടെ കാലിൽ ഒരു മാർക്സും വരില്ല. പിന്നെ ഇത് ഫ്ലാറ്റ്സ് ആണ് കേട്ടോ. ഹീല് വേണം എന്നുള്ളവർ ഇത് പോയി വാങ്ങിക്കാതിരിക്കുക. ഹീല് വേണ്ട എന്നുള്ളവർ മാത്രം വാങ്ങിക്കുക. അതായത് ഞാൻ ഇട്ട് ഇങ്ങനെ ആയതാണ് ഇതൊക്കെ. ഇത് ഈ ഭാഗം കണ്ടോ കുഴിഞ്ഞിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തായതാണ്. കാരണം അത് അത്രയ്ക്കും എനിക്ക് ഫേവറേറ്റ് ആണ്. കാലിനൊരു പെയിനും തരില്ലാതെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഏത് ഡ്രസ്സിൻ്റെയും ഒന്നിച്ച് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു ഫുട്വെയർ ആണ്. ഡെയിലി യൂസിന് ഡെയിലി ഇടാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. വീക്ക്ലി വൺസ് ഓർ ട്വൈസ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണിത്. അപ്പോൾ ഇതിൻ്റെയും കൂടി ലിങ്കും ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് കളേഴ്സും അതൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പം അത് കൂടി ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ രണ്ട് പ്രൊഡക്ട്സും? അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഓൺലൈനിലൂടെ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ഷോപ്പിൽ കയറി വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഒരു ചെരുപ്പെടുത്ത് കാണിക്കണമെങ്കിൽ തന്നെ എല്ലാ ഷോപ്പ് കീപ്പേഴ്സ് അല്ലെങ്കിൽ ഷോപ്പിലുള്ളവർ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലർ ഇതിവിടെ വയ്ക്കട്ടെ, ചിലർ ഒരു 2 ചെരുപ്പെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ചേരും ഇതെടുത്തോ എന്നും പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് സത്യമായിട്ടും മടുത്തു. എനിക്ക് അതുകൊണ്ട് ഇപ്പം ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ തീരെ താല്പര്യമില്ല. മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഇത്രയൊന്നും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ഷോപ്പിൽ കിട്ടത്തുമില്ല. ഷോപ്പിനെ കുറ്റം പറയുന്നതല്ല, ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിക്കാറുണ്ട്, അല്ലാതെയും വാങ്ങിക്കാറുണ്ട്. ചില ഓപ്ഷൻസ് നമുക്ക് ഇതിൽ നിന്ന് വാങ്ങിക്കാം, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും കൂടി നമുക്ക് നോക്കാം. ഇപ്പം ഈ കാണിക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. റോസ് ഗോൾഡ് ആണ് ഇതിൻ്റെ ഷെയ്ഡ്. റോസ് ഗോൾഡ് കളറിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കതായിരുന്നു ഇഷ്ടം. എനിക്ക് ഈ ടൈപ്പ് എൻ്റെ സ്കിൻ ടോണിന് ചേരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പല കാര്യങ്ങളും വാങ്ങിക്കുമ്പോൾ ഈ കളർ എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇതെനിക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ തരാറുമുണ്ട്. നമ്മൾ ബ്യൂട്ടിഫുൾ ആയിരിക്കുമ്പോഴാണല്ലോ നമ്മളൊരു കോൺഫിഡൻ്റ് ആവുക. അതുകൊണ്ടായിരിക്കും. അപ്പോൾ അടുത്ത കളർ ഏതാന്ന് നോക്കാം. അടുത്ത കളറ് ബ്ലാക്ക് ആണ്. ഇതിൽ 3 കളേഴ്സ് ഉണ്ടായിരുന്നത്. അടുത്ത കളറ് ബ്ലാക്ക് ആണ്. ഓക്കെ, ഇതാണ് ബ്ലാക്കിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇതും വലിയ കുഴപ്പമില്ല. എന്നാലും എനിക്കിഷ്ടം റോസ് ഗോൾഡ് തന്നെയാണ് കേട്ടോ. ബ്ലാക്കും അത്യാവശ്യം ബ്യൂട്ടിഫുൾ തന്നെയാണ്. ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ തിൻ വയർ സ്ട്രക്ചർ ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. ഭയങ്കര ഹെവി യൂസ് ഒന്നും ഇതിനെ കൊണ്ട് പറ്റില്ല. ഒരുപാട് ദൂരം നടക്കുക എന്നുള്ളൊരു കാര്യം ഇത് ഇട്ടുകൊണ്ട് ചിന്തിക്കുകയേ വേണ്ട. ഓക്കെ, അപ്പം അങ്ങനെ അല്ലാത്തവർ മാത്രം ഇതെടുക്കാൻ വേണ്ടി ചിന്തിച്ചാൽ മതി. അടുത്ത കളർ ഏതാണെന്ന് നോക്കാം. വൈറ്റ് ആണ്. അടുത്ത കളർ വൈറ്റ് ആണ്. ഈ റോസ് ഗോൾഡ് പിന്നെയും കയറി വന്നത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നിങ്ങളൊന്നും കൂടി കണ്ടോ. റോസ് ഗോൾഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം അടുത്തത് വൈറ്റ്. ഇതാണ്. വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്താണെന്നറിയില്ല, വൈറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു രൂപത്തിലാണ് വൈറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ടാണോ എന്തോ എനിക്കെന്തോ വൈറ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നോർമൽ വെയേഴ്സിൻ്റെ ഒന്നിച്ച് വൈറ്റ് ഒരു ചേരായിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണോ എന്തോ എനിക്കെന്തോ വൈറ്റ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 531 രൂപ, 531. പിന്നെ ഇതിൻ്റെ പല സൈസും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. 3 ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. 4 to 8 മാത്രമാണ് ഇപ്പം സ്റ്റോക്കിലുള്ളത്. അത് മതിയാവുമായിരിക്കുമല്ലോ. നമ്മുടെ എല്ലാവരുടെയും കാലിന് 5 or 6 ഒക്കെയാണ് സ്യൂട്ടാവുക. അപ്പം അതൊക്കെ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ഫുട്വെയർ. അതാണ് എനിക്ക് ഈ ചെരുപ്പിനോട് തോന്നിയിട്ടുള്ളത്. ഇനി ഞാനിതിട്ട് കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതാണ് ഞാനിതിട്ട് കഴിയുമ്പോഴുള്ള ലുക്ക്. ഇതിട്ടിട്ട് ലൂസായി എനിക്ക് സത്യം പറഞ്ഞാൽ. ഇത് ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാട്ടോ. എഴുന്നേറ്റ് നടക്കുമ്പോൾ ഒക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എനിക്കെന്തായാലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടൊരു ചെരുപ്പ് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പോൾ കാണിച്ച 2 ഫുട്വെയർസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു.
ഇനി നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഫുട്വെയർസ് ഞാൻ സെർച്ച് ചെയ്തപ്പം എനിക്ക് റെക്കമെൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള സിമിലർ പ്രൊഡക്ട്സ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കാണുക. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈദ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് ഫ്ലിപ്കാർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ എൻ്റെ കണ്ണുകളിൽ ഉടക്കിയത് ഈ ഒരു ചെരുപ്പായിരുന്നു. ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റും. ഓഫ് കോഴ്സ് ഡെയിലി യൂസിന് പറ്റും, ഓഫീസ് യൂസിന് പറ്റും, കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് പറ്റും, സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനും പറ്റും. എന്താ പറ്റാതെ ഇവർക്കൊക്കെ പറ്റും. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം എന്ന് പറഞ്ഞ അവസ്ഥയാണിത്. അറൗണ്ട് 200 നമുക്ക് നല്ല നല്ല ഫോട്ടോവേഴ്സ് ഇതിൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. കുറേ അല്ല, ഒരു 3-4 കളേഴ്സ്, ബ്ലാക്കും വൈറ്റും ഇപ്പോൾ കാണിച്ച ബേജും അങ്ങനത്തെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. 191 റുപ്പീസ്. ഇത് കണ്ടോ, ഒരു ക്രോക്സ് പോലത്തെ ഒരു ഐറ്റം, കുറേ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുണ്ട്. ഈ ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് കണ്ടോ, ഇത് പിങ്ക്, ഇത് ഈദ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ ലിങ്ക് പോസിബിൾ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോവേഴ്സ് സെർച്ച് ചെയ്താൽ തന്നെ ഇതൊക്കെ കിട്ടുന്നതാണ്. ഇത് കണ്ടോ, ഈ കളർ അടിപൊളിയല്ലേ? ഇതെനിക്കിഷ്ടമായി, നല്ലൊരു കളർ. ഈ കളറിൽ എന്ത് കിട്ടിയാലും എനിക്കിഷ്ടമായിരുന്നു. ഈ വൈറ്റും ഓക്കെയാണ്, പക്ഷെ വൈറ്റിനേക്കാൾ ആ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ബ്രൗൺ കളർ. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു ഫങ്ഷനും ഇടാം, ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്രത്യേക ടൈപ്പ് ചെരുപ്പുകളാണ്. ഇപ്പോൾ 220 ആണ് ഇതിൻ്റെ റേറ്റ്. എല്ലാ സൈസും അവൈലബിൾ ആണ്. പിന്നെ ഈ നമ്മുടെ ഷെൽസ് ഒക്കെ വെച്ചിട്ടുള്ള മാതിരിയുള്ള ഒരു പച്ച കളർ ചെരുപ്പ് ഞാൻ കണ്ടു. പിന്നെ അതിൻ്റെ ലാവെൻഡർ കളർ കണ്ടു. ഇതെൻ്റെ കണ്ണിൽ 1-2 പ്രാവശ്യം ഉടക്കിയെങ്കിലും ഞാൻ അവിടെ തന്നെ വെച്ചു. എനിക്കിപ്പോൾ അത് വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ നോർത്തു. ഞാൻ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെയൊക്കെ കാണിക്കണമല്ലോ. പിന്നെ ഈ റോസ് ഗോൾഡ് കളറും കണ്ടു, ബ്ലാക്ക് കണ്ടു, പിന്നെ ഒരു പിങ്ക് കണ്ടിരുന്നല്ലോ. ഇതാണ് ആ പിങ്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ ഫുട്വെയർസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് കൂടി കമൻറ്റ് ചെയ്ത് പറയണം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഈ ചാനലിൽ നിന്ന് വേണ്ടത്, ഇതുകൂടി നിങ്ങളൊന്ന് പറയുമോ? ഒരുപാട് ഹെൽത്ത് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് അറിയുന്ന എൻ്റെ ഒരു ലിമിറ്റേഷൻ വെച്ച് ഞാൻ ചെയ്യാം കേട്ടോ. ചിലതൊക്കെ കമൻസിൽ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത്രയ്ക്കും ഡീപ്പായിട്ടൊരു ഡോക്ടർ പറയേണ്ട കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് ആരെങ്കിലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയാൽ ഞാൻ ചെയ്യില്ല പിന്നെ. അതുകൊണ്ട് അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാൻ ചെയ്ത് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുള്ളൂ. അല്ലാതെ നിങ്ങളെ മിസ്ലീഡ് ചെയ്യിക്കുന്ന ഒന്നും ഞാൻ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല. നമുക്ക് ഹെൽത്ത് വൈസ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരു കാര്യവും ഒന്നും ഞാൻ പ്രൊമോട്ടും ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ.